ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാരി പ്രീ പ്ലീറ്റ് ചെയ്തിട്ട് ഉടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ അന്ന് തന്നെ രാവിലെ പ്ലീറ്റ് എടുത്ത് ഉടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിപ്പോ നിങ്ങൾക്ക് ഫംഗ്ഷന്റെ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെക്കാൻ പറ്റും. ഇങ്ങനെ പ്രീ പ്ലീറ്റ് ചെയ്ത് ഉടുത്താൽ രാവിലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉടുത്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് അളവൊക്കെ എടുക്കുന്നതെന്ന് നോക്കാം. ഈ വലത്തെ സൈഡിൽ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇവിടം വരെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ നേവൽ പോർഷൻ ഇല്ലേ, നേവൽ പോർഷന്റെ അവിടെ വരെ ഒന്ന് എടുക്കുക. ഇവിടെ ഒരു പിൻകുത്ത്, ഇതാണ് നമ്മുടെ ആദ്യത്തെ അളവ്. ഇപ്പൊ ഇവിടെ ഞാൻ പിൻകുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്താണി വരത്തില്ലേ, ഇവിടുത്തെ പ്ലേറ്റ് അളവെടുക്കാം. ഏറ്റവും തുമ്പെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുക. പ്ലീറ്റ് എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് എവിടെ വരെ വേണം, മുന്താണി എത്ര നീളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ കാൽമുട്ടുണ്ടല്ലോ, കാൽമുട്ടിന് താഴെ വരെ പ്ലീറ്റ് വരുന്ന രീതി വേണം എടുക്കാൻ. ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ പ്ലീറ്റ് എടുക്കുക. എങ്കിൽ ഈ കാൽമുട്ടിന് താഴെ നിൽക്കുന്ന രീതി പ്ലീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ അല്ലേ കുത്തുന്നത്, അപ്പൊ ആ ഒരു സൈഡ് എടുത്തിട്ട് അവിടെ ആ ഒരു കറക്റ്റ് ആ സ്പേസിൽ ഒരു പിൻകൂലി കുത്തി വെക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അളവ്. എന്നിട്ട് ഇത് വിടരുത്. ഈ പിൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്ത് കറക്കി ഫ്രണ്ടിലോട്ട് എടുക്കണം. അപ്പൊ അതെ, ഇവിടുന്ന് റൗണ്ട് ചെയ്ത് കറക്കി ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ വലത്തെ തൈ ഉണ്ടല്ലോ, വലത്തെ തൈയുടെ അവിടെ വരെ എത്തിക്കുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മുടെ ഈ നേവൽ പോർഷൻ വരെയുള്ള എടുക്കുക. ഇതാണ് നമ്മുടെ അടുത്ത അളവ്. ഈ 3 മെഷർമെന്റ് മാത്രം മതിയേ. ഈ ആദ്യം എടുത്ത അളവുണ്ടല്ലോ, ആദ്യം ഞാൻ പിൻകുത്തി വെച്ചേ ദേ ഇവിടം തൊട്ട് ഇപ്പൊ ലാസ്റ്റ് എടുത്ത അളവുണ്ടല്ലോ, ദേ ഇതിനിടയിലുള്ള ഇത്രയും സ്ഥലത്ത് വേണം നമുക്ക് നടുക്കത്തെ പ്ലീറ്റ് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ആദ്യം നടുക്കത്തെ പ്ലീറ്റ് എടുത്ത് വെക്കാം. പ്ലീറ്റ് എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് വീതിയുള്ള പ്ലീറ്റ് എടുക്കുന്നതായിരിക്കും ഇവിടെ നല്ലത്. ഓക്കെ, ഇപ്പൊ എനിക്ക് 1, 2, 3, 4, 5, 6, 7 പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പിന്നു കൂടി കുത്തി കൊടുക്കാം. അതെ, നമ്മുടെ സെന്റർ പ്ലീറ്റിനുള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അയൺ ചെയ്തെടുക്കണം. ഇതിനു മുന്നേ മുന്താണി കൂടെ എടുക്കണേ. മുന്താണിയുടെ ലെന്തിനുള്ള പിന്നെ നമ്മളിവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഏറ്റവും എൻഡ് എടുക്കണം. അവിടുന്ന് വേണം നമുക്ക് മുന്താണിയുടെ പ്ലീറ്റ് എടുത്തു തുടങ്ങാൻ. ഈ പിൻകുത്തിയ സൈഡില്ലേ, ആ പിൻകുത്തിയ ആ സൈഡ് അകത്ത് പോകുന്ന രീതി വേണം പ്ലീറ്റ് എടുക്കാനായിട്ട്. അതായത് സാരി ഇങ്ങനെ ഉടുക്കുമല്ലോ, ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇങ്ങനെ അകത്ത് പോത്തില്ലേ, അകത്ത് പോകുന്നിടത്തായിരിക്കണം പിൻ വരേണ്ടത്. ദേ ഇവിടെ ഇങ്ങനെ വരണം, മറ്റേ സൈഡായിരിക്കണം പുറത്തോട്ട് നിൽക്കേണ്ട. ആ രീതിയിൽ വേണേ പ്ലീറ്റ് എടുക്കാൻ. ഒരുപാട് വീതിയിലല്ല, ആദ്യത്തെ പ്ലീറ്റ് അത്യാവശ്യം വീതിയിൽ എടുക്കും. ബാക്കിയെല്ലാം ഞാൻ ചെറുതായിട്ടാണ് എടുക്കുന്നത്. വേണ്ടേ, ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും കൂടെ ഒരു പിൻകുത്തി കൊടുക്കാം. ഇപ്പൊ ഇത്രയും ഇവിടെ വരെ പ്ലീറ്റ് എടുത്താൽ മതി. ഇനി നമുക്കിത് അയൺ ചെയ്യാം. അയൺ ചെയ്യുമ്പോൾ ബാക്കി പ്ലീറ്റ് എടുക്കാവേ. അപ്പൊ ബാ, നമുക്കിത് അയൺ ചെയ്തിട്ട് വരാം. അപ്പൊ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിളിലോട്ട് ഈ പ്ലീറ്റ് എടുത്ത് വെച്ച മുന്താണിയുടെ പോർഷൻ വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇതില് സാരിയുടെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വെക്കാം. എന്റെ സാരി അയൺ ചെയ്യുമ്പോൾ കുത്തുന്ന ക്ലിപ്പില്ല, അതുകൊണ്ട് ഞാൻ ഹെയർ ക്ലിപ്പ് വെച്ചിട്ടാണ് ഇത് കുത്തിയിരിക്കുന്നത്.
ഓൾറെഡി നമ്മൾ മുന്താണിയുടെ പ്ലീറ്റ് എടുത്തിട്ട് പിൻ കുത്തി വെച്ച പോർഷൻ ഉണ്ടല്ലോ, അത് വേണം ആ ടേബിളിന്റെ എൻഡിൽ വെച്ചിട്ട് അവിടെ ആ ക്ലിപ്പ് വെച്ച് കൊടുത്താൽ മതി. അവിടുന്ന് താഴോട്ടുള്ള പോർഷൻ നമുക്ക് കൈകൊണ്ട് തന്നെ ഓരോ പ്ലേറ്റ് ആയിട്ട് എടുത്ത് വൃത്തിക്ക് മടക്കി വെക്കാം. എല്ലാ പ്ലേറ്റും വൃത്തിയായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് തന്നെ അയൺ ചെയ്യണേ. അത്രയും പോർഷൻ നല്ലതുപോലെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുത്ത് ക്ലിപ്പ് വെച്ചിട്ട് ബാക്കി പോർഷനോട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് പ്ലീറ്റ് എടുക്കുമ്പം ഇടയ്ക്കൊന്നും ചുളിവ് വരാതെ ശ്രദ്ധിച്ച് വേണം പ്ലീറ്റ് എടുക്കാൻ. നമ്മൾ എവിടം വരെയാണോ പിൻ കുത്തിയത് ആ സ്ഥലം വരെ പ്ലീറ്റ് എടുത്തു കൊടുക്കണം. ഇവിടെ നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ അയൺ ചെയ്ത് കൊടുക്കണേ. മുന്താണിയുടെ നീളത്തിന് വേണ്ടിയിട്ട് പിൻകുത്തിയ ആ പോർഷൻ വരെ പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് പോർഷനിലെ പ്ലീറ്റ് എടുക്കാം. അതിനുവേണ്ടി നീളത്തിന് മാർക്ക് ചെയ്ത പിന്നിന്റെ അവിടെ വെച്ച് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വീതിയിലായിട്ട് പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ കറക്റ്റ് മെഷർമെന്റ് ഒന്നും എടുത്ത് പ്ലീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അത്യാവശ്യം നല്ല വീതിയിൽ എടുത്തു വെക്കാം. ഒരുപാട് താഴെ വരെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കണ്ട, അത്യാവശ്യം ലെന്ത് വരെ അയൺ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ് അയൺ ചെയ്യാം. ഫ്രണ്ട് പ്ലീറ്റിനായിട്ട് പിൻ ചെയ്ത് വെച്ച പോർഷനിലാണ് ഞാൻ ക്ലിപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ക്ലിപ്പ് വെച്ച് കൊടുത്ത ശേഷം ഓരോ പ്ലീറ്റും വൃത്തിക്ക് ഒന്നുകൂടി എടുക്കുക. ഓരോ പ്ലീറ്റിന്റെ ഇടയിലും തുണിയൊന്നും ചുളുങ്ങിയിരിക്കുന്നില്ലെന്നോ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരുത്തണം. ഈ പ്ലീറ്റ് അണ്ടർ സ്കേർട്ടിന്റെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്യുന്ന ഏകദേശം ആ പോർഷൻ വരെ മാർക്ക് ചെയ്യുക. അത്രയും ലെന്തില് നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴോട്ട് ഇതുപോലെ മൊത്തത്തിൽ അയൺ ചെയ്യില്ല. ഇപ്പൊ അയൺ ചെയ്ത് നിർത്തിയെടുത്ത് ഒരു ക്ലിപ്പ് കൂടെ കുത്തി കൊടുത്തിട്ട് ബാക്കി പ്ലേറ്റ് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് പിടിക്കുക. ഇനി ഇതിന്റെ ഒന്നും ഈ സൈഡിലോട്ട് നമ്മൾ അയൺ ചെയ്യില്ല. ആ മുകളിൽ വരുന്ന പോർഷൻ മാത്രമേ അയൺ ചെയ്തെടുക്കത്തുള്ളൂ. സൈഡിലോട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാൻസിനൊക്കെ ചെയ്യുന്നത് പോലെ മൊത്തത്തിൽ ഒരു ഭംഗി കാണില്ല. ഇപ്പൊ ദേ വീഡിയോയിൽ കാണുന്നത് പോലെ ആ സൈഡ് പോർഷൻ ഒഴിച്ച് ഫ്രണ്ട് പോർഷന് മാത്രമേ നമ്മൾ നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പം പ്ലീറ്റ്സ് ഒന്നും ഒട്ടും ഫ്ലാറ്റ് ആയി പോത്തില്ല, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ ഇനി പ്രീപ്ലീറ്റ് ചെയ്ത സാരി ഉടുക്കുന്നത് നോക്കാം. ആദ്യം വലത്ത് സൈഡിൽ നിന്ന് വേണം ഉടുത്തു തുടങ്ങാൻ. സാരി ഉടുക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്കേർട്ട്. കോട്ടന്റെ അണ്ടർസ്കേർട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് വേണം അണ്ടർസ്കേർട്ട് കെട്ടാനായിട്ടും. പിന്നെ നിങ്ങൾ ഹീൽസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സാരി ഉടുക്കുന്നതിന് മുന്നേ തന്നെ ഹീൽസ് ഇടണം. അപ്പതേ വലത് സൈഡിൽ നിന്ന് കുത്തിയിട്ട് ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം മെഷർമെന്റ് എടുക്കാനായിട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു റൗണ്ട് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ടക്കിൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിലോട്ടുള്ള തുണിയെല്ലാം നീറ്റായിട്ട് അകത്തോട്ട് കയറ്റി വെക്കാം. ഒട്ടും ചുരുട്ടി വെക്കരുത്. അകത്തോട്ട് നല്ലതുപോലെ നീറ്റായിട്ട് കയറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തിരിക്കും. ഇനി നമുക്ക് ആദ്യം മുന്താണിയുടെ പോർഷൻ ശരിയാക്കാം. എന്നിട്ട് മാത്രമേ ഈ ഫ്രണ്ട് പ്ലീറ്റ് വൃത്തിയായിട്ട് കുത്തിവെക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കായതുകൊണ്ട് ഇനി സാരി ഉടുക്കാൻ വളരെ എളുപ്പമാണ്. ആ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ആ പോർഷൻ ജസ്റ്റ് തോളിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതി. മുന്താണിയുടെ നീളമൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക.
പിൻ ചെയ്ത് കൊടുത്ത ശേഷം ഈ ആദ്യത്തെ പ്ലീറ്റ് വലിച്ചു പിടിക്കുക. നല്ലതുപോലെ ടൈറ്റ് ആക്കി പിടിക്കണം. നല്ലതുപോലെ ടൈറ്റ് ആക്കി പിടിച്ചിട്ട് മെഷർമെന്റ് എടുത്തപ്പോൾ ചെയ്തതുപോലെ തന്നെ ടൈറ്റ് ആക്കി ഫ്രണ്ടിലോട്ട് റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വലത്തെ തുടയുടെ സൈഡിന്റെ അവിടോട്ട് കൊണ്ടുപോകണം. ഇവിടെ പിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലത്തെ തുടയുടെ അവിടോട്ട് വലിച്ചു പിടിച്ച ശേഷം ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എടുത്ത് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ഈ പ്ലീറ്റ് ടക്കിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നീറ്റായിട്ട് തന്നെ ടക്കിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട് സൈഡിൽ ബൾജ് ചെയ്തിരിക്കുന്നത് പോലെ തോന്നും. ടക്കിൻ ചെയ്ത് കഴിയുമ്പം ഇപ്പുറത്ത് ചെറിയൊരു സ്പേസ് കാണും. ആ സ്പേസിൽ കൂടെ കൈ ഇട്ടിട്ട് മുന്നേ ഫ്രണ്ടിലോട്ട് വലിച്ചെടുത്ത ആ ഒരു ടൈറ്റ് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ കൈ കൊണ്ട് ജസ്റ്റ് പിടിച്ചിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യണം. നല്ലതുപോലെ വലിച്ചു പിടിക്കണം. ഇവിടെ നല്ലതുപോലെ ടൈറ്റ് ആയാലേ സാരി മൊത്തത്തിലൊരു ഭംഗി വരത്തുള്ളൂ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ അതിന്റെ സൈഡിൽ ചെറിയ ചെറിയ ഞുറിവുകളൊക്കെ വരും. അത് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പിരിച്ചെടുത്ത പോർഷൻ ഒന്നെങ്കിൽ അകത്തോട്ട് ടക്കിൻ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഒരു പിൻ വെച്ച് വേണേലും സെക്യൂർ ചെയ്യാം. ഞാനിപ്പം അകത്തോട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി വരുന്ന ആ പോർഷൻ തുണി ഒരിക്കലും അവിടെ ഇങ്ങനെ ചുരുട്ടി വെക്കരുത്. നല്ലതുപോലെ നീറ്റായിട്ട് ബാക്കിലോട്ട് പിടിച്ച് ടക്കിൻ ചെയ്യണം. ഇനി നമുക്ക് മുകളിലത്തെ പ്ലീറ്റ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി പ്ലീറ്റ് എടുത്തൊക്കെ വെച്ചിരിക്കുകയായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ശരിയായിട്ട് കിട്ടും. ഞാൻ ബ്ലൗസ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ അതേ ഓണമൊക്കെ വരെയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഓഫീസിലേക്കും കോളേജിലും ഒക്കെ ഓണം പ്രോഗ്രാമിന് സാരി ഉടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റീപ്ലീറ്റ് ചെയ്തിട്ട് ഉടുത്തു നോക്കൂ. അപ്പം എന്തായാലും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ പറയണം. ഇനി അടുത്ത ഒരു സെറ്റ് മുണ്ടിന്റെ ഡ്രൈപ്പിംഗ് വീഡിയോ കൂടി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.